വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഞാനും അനിയത്തിയും കൂടി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സലൂൺ ഡിയാർ എന്ന് പറഞ്ഞ സലൂണിൽ വന്നിരിക്കുകയാണേ. ലാസ്റ്റ് ഇയർ അവൾ വന്നപ്പോഴും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഇവിടെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഹെയർ കളറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും നന്നായിട്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹെയറിന് എന്തെങ്കിലും ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഹെയർ കളർ ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ അത് നല്ല ഫ്രിസിയും ഡാമേജും ഒക്കെ ഈ ഹെയർ ഫോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കെരാറ്റിൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണല്ലോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം വാഷ് ചെയ്തു, എന്തോ ക്രീമൊക്കെ ഇട്ട് കുറേ സമയം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈ ചെയ്യാണ്. ഞങ്ങൾ എഴുതേണ്ട 11:30 വന്നു, പക്ഷേ ഞങ്ങൾക്കൊരു 12 ആയി കേട്ടോ സർവീസ് തുടങ്ങിയപ്പം. 4 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലോങ് സർവീസ് ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും അവർ ഇടയ്ക്ക് ടീ കോഫിയൊക്കെ കൊണ്ടുവരും. ഞാൻ ചായയാണ് പറഞ്ഞത്. നല്ല കടുപ്പമുള്ള മധുരമുള്ള ചായ എൻ്റെ വീക്ക്നെസ്സാണ്. എപ്പോൾ കിട്ടിയാലും ഞാൻ കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ലഞ്ച് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവർ. സാൻഡ്വിച്ചാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിനിടയ്ക്ക് ഞങ്ങളത് കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനേ. ഇപ്പോൾ അവരെന്തോ ക്രീം വീണ്ടും തേച്ചിട്ട് മാസ്ക് വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു കുറച്ച് സമയം കൂടി ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കസിൻ്റെ ഫോൺ വന്നങ്ങനെ ഞാൻ സംസാരിക്കുകയാണ് അവളുടെ അടുത്ത്. ഏകദേശം ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. ഇപ്പോൾ കിട്ടുന്ന ഈ സ്ട്രെയിറ്റ്നെസ് 2-3 വാഷ് കഴിയുമ്പോൾ കിട്ടത്തില്ല കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഇത്രയും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് എനിക്കും അത്ര ഇഷ്ടമല്ല. ഇന്ന് മുടി വാഷ് ചെയ്യാൻ പാടില്ല. നാളെ വൈകിട്ട് സലൂണിൽ വീണ്ടും വന്നിട്ട് വേണം വാഷ് ചെയ്യാനെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നാളെ വീണ്ടും വരും. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക്. എനിക്ക് ഗ്രേ ഹെയർസ് നന്നായിട്ടുണ്ട്. അതെല്ലാം ഫ്രണ്ടിലാണ്, നന്നായിട്ട് കാണാം. ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ കളറിങ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഡൈ ചെയ്യുള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പോൾ ലുക്ക്. കുഴപ്പമില്ല, പക്ഷേ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കില്ല. ഓരോ വാഷ് കഴിയുന്തോറും ഹെയർ സ്മൂത്തും ഷൈനി ആയിട്ട് കിടക്കും. ഇത്രയും സ്ട്രെയിറ്റ് ആവില്ല. എനിക്കും ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം എന്നില്ല. കാരണം എൻ്റെ മുഖത്തിന് ഇത്രയും ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നത് ചേരുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കൊള്ളാം. മുടി മാത്രം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. നേരത്തെ മുടി വെച്ച് നോക്കുമ്പം ഒരുപാട് വ്യത്യാസമായി. നല്ല സ്മൂത്തായി, ഷൈനിയായി, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് കൊള്ളാം. എനിക്കിഷ്ടമായി. അപ്പോൾ പോണതിന് മുമ്പ് അവിടുത്തെ ആട്ടുകെട്ടിലിരുന്ന് ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക്. കുറച്ച് ദിവസം കഴിയുമ്പം എങ്ങനെയാണ് ലുക്ക് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ റിവ്യൂ ഇടാം. അത്രയേ ഉള്ളൂ. ബൈ.